പ്രകോപനവും ഇല്ലാതെ സുരേഷ് ഗോപി മുന്നിലേക്ക് ആഞ്ഞ് ഈ മാധ്യമ പ്രവർത്തകനെ തള്ളി മാറ്റുന്നത്. എന്നിട്ട് പറഞ്ഞു ഇത് എന്റെ വഴിയാണ്. ഒരു മാധ്യമ പ്രവർത്തകരുടെ ദേഹത്തൊന്ന് തൊട്ടെന്നെഴുതിട്ട് നീയൊക്കെ എന്തൊക്കെ തെമ്മാടത്തിലാണ് വിളിച്ചു പറഞ്ഞത്? എന്നിട്ട് നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു അയാൾ നടന്നു പോകുന്ന വഴിയിൽ നടുക്കി കോലും കൊണ്ട് നിൽക്കാൻ? നിങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിൽ എന്താ? കഴിഞ്ഞ 4.5 വർഷം പെട്ടിക്കാത്തിരുന്ന ഈ റിപ്പോർട്ട് പുറത്തു വന്നത് നിന്റെയൊക്കെ പ്രതികരണം കൊണ്ടാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? ഉണ്ടാ, മനസ്സിലായില്ലേ? കാഫിർ വിഷയം വല്ലാതെ പൊങ്ങി വന്നപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. അയാളെ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ചു. അയാളെ കുറിച്ച് ഇനി പറയാൻ എന്തെങ്കിലും മോശത്തിന് ബാക്കിയുണ്ടോ? മനുഷ്യനെ ഈ കൂട്ടത്തിൽ കിട്ടാത്തതിന്റെ കഴപ്പ് നിനക്കൊക്കെ നന്നായിട്ടുണ്ടെന്ന് അറിയാം. ഒരാഴ്ച നിങ്ങൾ ഷിരൂര് പോയി കിടന്നുണ്ടല്ലോ, എന്തിനായിരുന്നു? വേറെ ന്യൂസ് ഇല്ലാത്തതുകൊണ്ട്. വയനാട് വന്നപ്പോൾ അങ്ങോട്ട് മാറി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അങ്ങോട്ട് മാറി, കാഫിർ വന്നപ്പോൾ അങ്ങോട്ട് മാറി. വനിതകൾ ആദ്യമായിട്ടല്ല, ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ തന്നെ പലതവണ അവർ മീറ്റു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. എത്ര ദിവസം നിങ്ങൾ ചർച്ച ചെയ്തു? ആ ഇരക്കൊക്കെ നിങ്ങൾ നീതി വാങ്ങിക്കൊടുത്തു. കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോ കാലിനിടെ വാലും തിരികെ ഇറങ്ങി വന്ന നിന്നൊക്കെ ആരുടെ മാനിക്കുന്നത്? കഴുകന്റെ മുന്നിൽ ശവം വീഴുന്ന പോലെയാണ് നിങ്ങൾക്ക് ഓരോ ന്യൂസും. അല്ലാതെ നിങ്ങൾക്ക് ഈ സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയില്ല.